ഓം ശാന്തി. 2:4:70 അവ്യക്ത മഹാവാക്യങ്ങളുടെ തുടർച്ച. എല്ലാവരിൽ നിന്നും ബുദ്ധിയോഗം ഇല്ലാതാക്കി അവസാനം ഒരേയൊരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം കുട്ടികളാണോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും ബാബയുടെ സഹായം കിട്ടുന്നത് കൊണ്ട് അത് എളുപ്പമായി തീരും എന്നാണ് ബാബ പറഞ്ഞത്. स्कॉलरशिप मिलेंगी व नहीं वह फिर है अंत तक हिम्मत रखने पर. സ്കോളർഷിപ്പ് കിട്ടുമോ ഇല്ലയോ അത് പിന്നെ അവസാനം വരെ ധൈര്യം വയ്ക്കുന്നതിൻ്റെ ആധാരത്തിലാണ്. जितना बहुत समय से हिम्मत में चलते रहते हैं वह बहुत समय का लिंग टूटा नहीं तो गैलप कर सकते हैं. അപ്പം ബാബ പറയുകയാണ്, വളരെ സമയം കൊണ്ട് ഏത് കുട്ടികളാണോ ധൈര്യം വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വളരെ സമയത്തെ കണക്ഷൻ മുറിയുന്നില്ല എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഗാലപ്പ് ചെയ്യാൻ കഴിയും. अगर अभी भी कारणे अकारणे बहुत समय के हिम्मत का लिंक टूट जाता है तो फिर स्कॉलरशिप लेना मुश्किल है. അഥവാ ഇപ്പോൾ തന്നെ ഏതെങ്കിലും കാരണവശാൽ വളരെ സമയത്തെ ധൈര്യം വയ്ക്കുന്ന ലിങ്ക് കട്ടാകുകയാണെങ്കിൽ, മുറിഞ്ഞു പോവുകയാണെങ്കിൽ സ്കോളർഷിപ്പ് എടുക്കാൻ പ്രയാസമാണ്. अगर बहुत समय का लिंक अंत तक रहा तो एक्स्ट्रा हेल्प मिल सकती है. അപ്പോൾ വളരെ സമയത്തെ ആ കണക്ഷൻ അവസാനം വരെ ഉണ്ട് എങ്കിൽ ബാബറിന് എക്സ്ട്രാ ഹെൽപ്പ് കിട്ടുക തന്നെ ചെയ്യും. इसलिए अब ही लास्ट लेसन पक्का करा रहे हैं. അപ്പം ബാബ ഇപ്പോൾ ഈ ലാസ്റ്റ് ലെസൺ ബാബ കുട്ടികളെ കൊണ്ട് പക്ക ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ധൈര്യം വെച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ബാബയുടെ സഹായം കിട്ടുമെന്ന് ബാബ പറയുകയാണ്. ഈ വളരെ നാളുകൾ എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യം ബാബ കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ധൈര്യം മുറിഞ്ഞു പോവുകയാണെങ്കിൽ ബാബ പറയുന്ന അവസാനം വരെ നിങ്ങൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പ്രയാസമായി തോന്നും. തന്നെയുമല്ല സ്കോളർഷിപ്പ് കിട്ടുന്ന കാര്യം വളരെ പ്രയാസവുമായിരിക്കും. അത് നമ്മളങ്ങനെ കണ്ടിന്യൂഷൻ ഇത് വളരെ തുടർച്ചയായിട്ട് തന്നെ ബാബയുടെ ഓർമ്മയിലായി ധൈര്യം വെച്ച് എന്ത് പരീക്ഷകൾ വന്നിരുന്നാലും എന്ത് പരിതസ്ഥിതികൾ വന്നിരുന്നാലും ബാബ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ധൈര്യം വെച്ച് പുരുഷാർത്ഥം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാബയിൽ നിന്ന് എക്സ്ട്രാ ഹെൽപ്പ് കിട്ടും എന്ന് ബാബ പറയുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പുരുഷാർത്ഥം എന്തായിരിക്കണം എന്ന് ബാബ പറയുന്നുണ്ട്. എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും ബുദ്ധിയോഗം അകറ്റി ഒരേയൊരു ബാബയുടെ മാത്രം ഓർമ്മ എനിക്ക് അവസാനം വരണം, അതാണ് എൻ്റെ വിജയം എന്നുള്ള ദൃഢസങ്കല്പത്തിൽ ആരാണോ പുരുഷാർത്ഥം ചെയ്തുകൊണ്ട് പോകുന്നത് അവർക്ക് തീർച്ചയായിട്ടും ബാബ്ദാദയുടെ എക്സ്ട്രാ ഹെൽപ്പ് കിട്ടുക തന്നെ ചെയ്യും എന്നാണ് ബാബ പറയുന്നത്. അഭി തക് ടോട്ടൽ റിസൾട്ട് മേ ക്യാ ദേഖാ. ബാബ ചോദിക്കുകയാണ്, ഇതുവരെ ടോട്ടൽ റിസൾട്ടിൽ ബാബ എന്താണ് കണ്ടത് എന്നുള്ളതാണ്. सर्विस की सब्जेक्ट में इंचार्ज बनना आता है लेकिन याद की सब्जेक्ट में बैटरी चार्ज करना बहुत कम आता है. അപ്പോൾ നല്ല റിസൾട്ടാണ് ബാബ പറയുന്നത് കുട്ടികളുടെ. അതായത് സേവനത്തിൻ്റെ വിഷയത്തിൽ ഇൻചാർജ് ആകാൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നു. എന്നാൽ ഓർമ്മയുടെ സബ്ജക്റ്റിൽ തൻ്റെ ബാറ്ററിയെ ചാർജ് ചെയ്യാൻ അത് വളരെ കുറച്ച് അറിയുകയുള്ളൂ. അതായത് യോഗം നമ്മൾ വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ എന്ന് ബാബ പറയുകയാണ്. അത് നല്ല ഭാഷയിൽ ബാബ പറഞ്ഞതാണ്. അതായത് സേവനം ചെയ്യാനും അതിൽ ഇൻചാർജ് ആകുന്നതിനും പേരെടുക്കുന്നതിനും ഒക്കെ എല്ലാവർക്കും നല്ല സാമർഥ്യം ഉണ്ടല്ലോ. ബാബ പറയാണ്, പക്ഷേ യോഗത്തിൻ്റെ വിഷയത്തിൽ തൻ്റെ ബാറ്ററി ഒന്ന് ഫുൾ ചാർജ് ആക്കുന്ന കാര്യത്തിൽ നമ്മൾ വളരെ വീക്കാണ്. സംജ ബാബ ചോദിക്കാൻ മനസ്സിലായോ? സാകാര രൂപമേ അനുഭവ ദേഖ. സാകാരത്തിൽ നിങ്ങൾ അനുഭവം കണ്ടതാണല്ലോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മ ബാബയെ നിങ്ങൾ കണ്ടതാണല്ലോ. സാകാര രൂപമേ സർവീസ് की जिम्मेवारी सभी से ज़्यादा थी. സാകാര രൂപത്തിൽ ബ്രഹ്മ ബാബയുടെ സേവനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലായിരുന്നല്ലോ. ബച്ചോ മേ ഉൻസെ കിത്തനി കമി ഹെ കം ഹെ. ബാബയുടെ കുട്ടികൾക്കുള്ള സേവനത്തിൻ്റെ ഉത്തരവാദിത്വം അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എത്രയോ കുറവാണ്. ബച്ചോങ്കോ സിർഫ് സർവീസ് കി ഡ്യൂട്ടി ഹെ. കുട്ടികൾക്ക് വെറും സേവനത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ലേക്കിൻ സാകാര രൂപമേ തോ സഭി ഡ്യൂട്ടി ഥി. ബ്രഹ്മ ബാബയ്ക്ക് അത് മാത്രമായിരുന്നില്ലല്ലോ.
സേവനം മാത്രമായിരുന്നില്ലല്ലോ, എത്രയോ വലിയ ഉത്തരവാദിത്തങ്ങൾ വേറെ ഉണ്ടായിരുന്നു. സങ്കല്പവും കാ സാഗർ ഥാ, സങ്കല്പങ്ങളുടെ സാഗരമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഉത്തരവാദിത്തങ്ങൾ ബാബയ്ക്കുണ്ടായി. ഇത്രയും മക്കളെ നോക്കണം, ഇത്രയും യജ്ഞത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകണം, ലോകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ എന്താണ് ഇല്ലാഞ്ഞത് ആ സമയത്ത്. പുതിയൊരു ജ്ഞാനം ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് വരുന്നത്. അതിനെല്ലാം ബാബയ്ക്ക് തരണം ചെയ്യണം. ഏതെല്ലാം മക്കൾ എവിടെ നിന്ന് വിളിക്കുന്നുണ്ടോ അവിടെ എല്ലാം ബാബയ്ക്ക് വിളി കേൾക്കണം. അപ്പം അതുകൊണ്ടാണ് ബാബ പറഞ്ഞത് സങ്കല്പങ്ങളുടെ സാഗരമായിരുന്നു എന്ന്. റെസ്പോൺസിബിലിറ്റി के संकल्प में थे फिर भी सागर की लहरों में देखते थे. ഉത്തരവാദിത്തങ്ങളുടെ ആ സങ്കല്പങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എന്ന് ബാബയ്ക്ക്. എന്നിരുന്നാലും സാഗരത്തിൻ്റെ അലകളിൽ ഇങ്ങനെ കാണുമായിരുന്നു എന്ന്. ബാബ അങ്ങനെ ആയിരുന്നോ എന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റി के संकल्पों में थे फिर भी सागर की लहरों में देखते थे व सागर के तले में देखते थे. ഉത്തരവാദിത്തങ്ങളുടെ സങ്കല്പങ്ങളിലായിരുന്നു ബാബ. എന്നിരുന്നാലും സാഗരത്തിൻ്റെ അലകളിലാണോ ബാബയെ നിങ്ങൾ കണ്ടിരുന്നത്, അതോ സാഗരത്തിൻ്റെ ആഴത്തിലാണോ നിങ്ങൾ കണ്ടത് എന്ന് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഗരത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അലകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഇഷ്ടംപോലെ അലകളാണ്, ഇഷ്ടംപോലെ ചിന്താക്കുഴപ്പങ്ങൾ നമുക്കുണ്ടാകാം. പക്ഷേ സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ വളരെ ശാന്തതയാണല്ലോ. അപ്പോൾ ബ്രഹ്മ ബാബയെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? ചിന്തകളിലാണോ കണ്ടത്, അതോ നിശബ്ദമായിട്ടുള്ള മനസ്സിൻ്റെ ശാന്തമായ അവസ്ഥയിലാണോ കണ്ടത് എന്നാണ് ബാബ ചോദിക്കുന്നത്. बच्चों को लहरों में लहराना आता है लेकिन तले में जाना नहीं आता. ബാബ പറയണ എൻ്റെ മക്കൾക്ക് പിന്നെ അലകളിൽ ഇങ്ങനെ ആറാടാൻ നല്ലവണ്ണം അറിയാവും, പക്ഷേ ആഴത്തിലേക്ക് യാത്ര ചെയ്യാൻ അറിയില്ല. അതായത് ഏതെല്ലാമോ സങ്കല്പങ്ങൾക്ക് നമ്മൾ അടിമപ്പെടാറുണ്ട്, അതിനധീനമാകുന്നുണ്ട്, പക്ഷേ ശാന്തതയിലേക്ക് സ്ഥിതി ചെയ്യാൻ, സാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ നമുക്കറിയില്ല എന്ന് ബാബ പറയുകയാണ്. ഉസ്കാ സഹജ സാധൻ പഹലെ സുനായ കി പ്രാക്ടീസ് കറോ. അതിനുള്ള എളുപ്പ വഴിയാണ് ബാബ നേരത്തെയും കേൾപ്പിച്ചത്, പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുകയാണ്. അബി അബി ആവാജ് മേ ആയേ ഫിർ മാസ്റ്റർ സർവശക്തിവാൻ ബൻ അബി അബി ആവാജ് സേ പരേ. ഈ പ്രാക്ടീസ് ചെയ്യൂ എന്ന് പറയുകയാണ് ബാബ. ഇപ്പോഴിപ്പോൾ ശബ്ദത്തിൽ വരിക, ഇപ്പോൾ തന്നെ മാസ്റ്റർ സർവശക്തിവാനായിട്ട് ശബ്ദത്തിനുപരിയായി പോവുക. ഈ പ്രാക്ടീസാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടെങ്കിലും ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിറവേറ്റിക്കൊണ്ടും ബാബ സങ്കല്പങ്ങളുടെ സാഗരമായിരുന്നു ബ്രഹ്മ ബാബയിലെങ്കിലും ഇതെല്ലാം ഉണ്ടെങ്കിലും ബാബ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ബാബയിൽ ആ ഒരു പ്രസന്നതയും ശോഭയും എപ്പോഴും കണ്ടിരുന്നത്. അപ്പം ബാബ നമ്മളെക്കുറിച്ച് പറയുകയാണ്, ബാബ അങ്ങനെ ആഴങ്ങളിലേക്ക് പോയിട്ട് ആ ശക്തിയിൽ സ്ഥിതി ചെയ്തിരുന്നു. പക്ഷേ കുട്ടികൾ മേളിൽ മേളിൽ മാത്രമേ സ്ഥിതി ചെയ്യുന്നുള്ളൂ, ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ബാബ ആവർത്തിച്ച് പറയുന്നത്. നേരത്തെയും ബാബ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഏത് കാര്യത്തിൻ്റെ പ്രാക്ടീസാണ്? ഇപ്പോഴിപ്പോൾ ശബ്ദത്തിൽ വരികയും പെട്ടെന്ന് തന്നെ മാസ്റ്റർ സർവശക്തിവാനായിട്ട് ഒരു സെക്കൻഡിൽ തന്നെ ശബ്ദത്തിനുപരിയാകുകയും ചെയ്യും. ഈ പ്രാക്ടീസ് നമ്മൾ നിരന്തരം ചെയ്യൂ എന്ന് ബാബ ഓർമ്മിപ്പിക്കുകയാണ്. कितने भी कारोबार में हो लेकिन बीच बीच में एक सेकंड भी निकाल कर इसका जितना अभ्यास, जितनी प्रैक्टिस करेंगे उतना प्रैक्टिकल रूप बनता जाएगा. ബാബു പറയുകയാണ്, ഇനി എത്രമാത്രം നിങ്ങൾക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്കിടയ്ക്ക് ഒരു സെക്കൻഡെങ്കിലും എടുത്ത് ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ, എത്രമാത്രം ഈ അഭ്യാസം ചെയ്യുന്നുണ്ടോ അത്രയും പ്രാക്ടിക്കൽ രൂപത്തിൽ വന്നുകൊണ്ടേയിരിക്കും.
ശബ്ദത്തിൽ വരികയും ശബ്ദത്തിനുപരിയായി സ്ഥിതി ചെയ്യുകയും ചെയ്യും. ഈ പ്രാക്ടിക്കൽ കൊണ്ടുവരണം എന്ന് ബാബ പറയുകയാണ്. प्रैक्टिस कम है इसलिए प्रैक्टिकल रूप नहीं. പ്രാക്ടീസ് കുറവാണ്, അതുകൊണ്ടാണ് പ്രാക്ടിക്കൽ രൂപത്തിൽ വരാത്തത്. കബി സാഗർ കി ലഹരോ മേ കബി തലേ മേ യഹ അഭ്യാസ് കരോ. ചിലപ്പോൾ സാഗരത്തിൻ്റെ അലകളിൽ ആറാടാനും ചിലപ്പോൾ സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി ശാന്തിയുടെ അനുഭവം ചെയ്യാനും പ്രാക്ടീസ് ചെയ്യും. രണ്ടും പ്രാക്ടീസ് ചെയ്യുമെന്ന് ബാബു പറയാം. ശബ്ദത്തിൽ വരുന്നതിനും ശബ്ദത്തിൻ്റെ ഉപരിയായിട്ടുള്ള അവസ്ഥ രണ്ടും പ്രാക്ടീസ് ചെയ്യും. आज विशेष बात यही चेक कर रहे थे कि बच्चों में जितना ही साहस है उतनी ही सहन शक्ति है. ഇന്ന് വിശേഷിച്ച് ബാബ ഈ കാര്യം ചെക്ക് ചെയ്യുകയായിരുന്നു. കുട്ടികളിൽ എത്രമാത്രം സാഹസമുണ്ടോ അത്രയും തന്നെ സഹനശക്തി ഉണ്ടോ എന്ന്. साहस रखने की शक्ति कितनी है और सहन शक्ति कितनी है. സാഹസത്തിൻ്റെ സാഹസം വയ്ക്കുന്നതിനുള്ള ശക്തി എത്രമാത്രം കുട്ടികളിൽ വന്നിട്ടുണ്ട്, എത്രമാത്രം സഹനശക്തിയുണ്ട്, ഇത് ബാബ നോക്കുകയായിരുന്നു. സ്വയം പുരുഷാർത്ഥമേ संतुष्ट और स्पष्ट होंगे उतना और उनके आगे स्पष्ट दिखाई देंगे. അപ്പം ബാബ പറയുകയാണ്, എത്രമാത്രം സ്വയം പുരുഷാർത്ഥത്തിൽ സന്തുഷ്ടവും സ്പഷ്ടവുമാകുന്നു അത്രയും ഉൻകെ ആകെ അവരുടെ മുന്നിൽ സ്പഷ്ട ദിഖായി ദേങ്കി, എല്ലാം സ്പഷ്ടമായി കാണപ്പെടുമെന്ന്. പുരുഷാർത്ഥത്തിൻ്റെ സ്പഷ്ടതയാണ്, എല്ലാം തന്നെ അവരുടെ മുന്നിൽ സ്പഷ്ടമായി കാണാൻ സാധിക്കും. अब पेपर भी हुआ റിസൾട്ട് भी सुनाई. ബാബറിന് ഇപ്പോഴാ പേപ്പറും ഉണ്ടായിരുന്നു, ഇത് ടെസ്റ്റും ചെയ്തു, ബാബർ റിസൾട്ടും കുട്ടികളെ കേൾപ്പിച്ചു. ബാക്കി പാണ്ഡവോം കി ബാത്ത് രഹ്ഗൈ. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് പാണ്ഡവരുടെ കാര്യമാണെന്നാണ് പറയുന്നത്. ശക്തികളുടെ കാര്യം ഇതുവരെ ബാബ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനിയിപ്പം പാണ്ഡവരുടെ കാര്യം എന്താണെന്നുള്ളതാണ്. बाप दादा के पास पुरुषार्थियों की कितनी लाइनें हैं. ബാപ്ദാദയുടെ അടുത്ത് പുരുഷാർത്ഥികളുടെ എത്ര ലൈനാണുള്ളത്. അപ്പോൾ നേരത്തെ ബാബ പാണ്ഡവരോടൊരു ചോദ്യം ചോദിച്ചിട്ടാണ് നിർത്തിയിരുന്നത്. അതായത് പാണ്ഡവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ലൈനിലാണ്, എത്രയാണ് പുരുഷാർത്ഥത്തിൻ്റെ ലൈനുകളുള്ളത്, അതിലേത് ലൈനിലാണ് നിങ്ങൾ വരുന്നതെന്ന് ചോദിച്ചിരുന്നു. ഔരോങ്കോ ഇന്ന ദേഖ് അപ്പനി ലൈൻ കോ തോ ദേഖ്തേ ഹോങ്കേ ന, വ ലൈൻ കോ ഭി ഇന്ന ദേഖ് അപ്പനെ കോ ദേഖ്തേ ഹോ. ബാബ ചോദിക്കുക, മറ്റുള്ളവരെ നോക്കാതെ തൻ്റെ ലൈൻ എന്തായിരുന്നാലും കാണുന്നുണ്ടാവുമല്ലോ, അതോ ഇനി ലൈനൊന്നും നോക്കാതെ സ്വയം തന്നെ നോക്കുകയാണോ? ബാബ വളരെ വിചിത്രമായ രീതിയിൽ ചോദിക്കുകയാണ്. അതായത് മറ്റുള്ളവരെ നോക്കാതെ തൻ്റെ ലൈൻ നോക്കുകയാണോ, ഞാൻ ഏത് ലൈനിലാണ്. പുരുഷാർത്ഥികളുടെ 3 ലൈൻ പറയുന്നുണ്ട് ബാബ. അപ്പോൾ അത് ഏത് ലൈനിലാണെന്നാണോ ഞാൻ നോക്കുന്നത്, അതോ ലൈനൊന്നും നോക്കാതെ എൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ സ്ഥിതി എന്താണ്, എനിക്ക് ബാബയുടെ എത്ര സ്നേഹമാണുള്ളത്, അതാണോ കുട്ടികൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഏക് ഹേ തീവ്ര പുരുഷാർത്ഥി കി ലൈൻ, ദൂസരി ഹേ പുരുഷാർത്ഥി കി ലൈൻ, तीसरे हैं गुप्त पुरुषार्थियों के लाइन और चौथी है डीले पुरुषार्थियों की लाइन. അപ്പോൾ ഇതാണ് ലൈൻ. 4 ലൈനാണ് ബാബ പറയുന്നത്. അതായത് ഒന്ന് തീവ്ര പുരുഷാർത്ഥികളുടെ, രണ്ടാമത്തേത് പുരുഷാർത്ഥികളുടേത്, മൂന്നാമത്തേത് ഗുപ്ത പുരുഷാർത്ഥികൾ, നാലാമത്തേത് തണുത്ത പുരുഷാർത്ഥികൾ, ലൂസ് പുരുഷാർത്ഥികൾ. अब बताओ आप किस लाइन में हो. അപ്പോൾ പറയാം, താങ്കൾ ഏത് ലൈനിലാണ്. അപ്പം ബാബ ചോദിക്കുകയാണ്, കുട്ടികൾ ഓരോരുത്തരും ചിന്തിക്കും, പറയൂ ലക്ഷണം വെച്ച്, ഞാൻ ഈ 4 ലൈനിൽ ഏത് ലൈനിലാണ്. ലൈനൊന്നും മറന്നു പോയിട്ടുണ്ടാവില്ലല്ലോ. അതൊന്ന് തീവ്ര പുരുഷാർത്ഥികൾ, രണ്ടാമത്തേത് പുരുഷാർത്ഥികൾ, 3 ഗുപ്ത പുരുഷാർത്ഥി, 4 തണുത്ത പുരുഷാർത്ഥി. अब ऐसा समय जल्दी आएगा जो यह शब्द नहीं बोलेंगे कि आप जानो. ഇനിയിപ്പോൾ സമയം അങ്ങനെ തന്നെ പെട്ടെന്ന് വരും, ഈ ശബ്ദം പറയേണ്ടി വരില്ല എന്ന്. ആപ്പ് ജാനോ, ബാബയ്ക്കറിയാമല്ലോ. നഹി ഹം സഭി ജാനത്തെ,
നമുക്കെല്ലാം അറിയാം അങ്ങനെയാണ്. ക്യോങ്കി മാസ്റ്റർ സർവശക്തിവാൻ ഹേന, അതായത് ബാബയെല്ലാം അറിയുന്ന ബാബ പറയാണ് കുട്ടികൾ മാസ്റ്റർ സർവശക്തിവാനാണല്ലോ, അപ്പോൾ എല്ലാവർക്കും അതറിയാൻ കഴിയും ഞാൻ ഏത് ലൈനിലാണ്. സബി ശക്തിയാൻ സമാൻ രൂപമേ ഹി ജായെങ്കി, ബാബയുടെ എല്ലാ ശക്തികളും സമാന രൂപത്തിലാവും. ഫിർ മാസ്റ്റർ സർവശക്തിവാൻ ഹോ ജായെങ്കി, സമാന രൂപത്തിൽ എല്ലാ ശക്തികളും എല്ലാവരിലും വരുമ്പോൾ പിന്നെ മാസ്റ്റർ സർവശക്തിവാനാകുമല്ലോ. ബാപ് കാ ഇത്തന നിശ്ചയ, അവർ എനിക്ക് ഇത്രയും നിശ്ചയം നിങ്ങളുടെ മേലുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ മക്കൾ ഇങ്ങനെയായിത്തീരും, മാസ്റ്റർ സർവശക്തിവാനായിത്തീരും, ബാബയെപ്പോലെ തന്നെ സർവശക്തികളും കുട്ടിൽ വന്നു കഴിയും. അപ്പോൾ പിന്നെ കുട്ടികൾ ആരാണ് എന്ന് വേറെ ആരോടും ചോദിക്കേണ്ട കാര്യമോ ബാബയ്ക്ക് പറയേണ്ടി വരുമോ ഇല്ല, സ്വയം തന്നെ മനസ്സിലാക്കാൻ കഴിയും. ബാബ പറയുന്നത് എൻ്റെ ആഗ്രഹം എല്ലാ കുട്ടികളുടെ മേൽ ഇങ്ങനെ തന്നെയാണ്, എൻ്റെ നിശ്ചയവും അങ്ങനെയാണ്. നിശ്ചയ ബുദ്ധി ഹേ വഹ് വിജയ് ഹൈ, നിശ്ചയബുദ്ധികളായിട്ടുള്ള കുട്ടികൾ വിജയികളാണ്. ബാപ്പ് ഓർ സ്വയമേ നിശ്ചയബുദ്ധി ഹേ തോ വിജയ് കഹാൻ ജായെങ്കി, ബാബയിലും സ്വയം തന്നിലും നിശ്ചയബുദ്ധി ഉണ്ട് എങ്കിൽ പിന്നെ വിജയ് എവിടെ പോകാനാണ്? നിശ്ചയബുദ്ധി വിജയന്തി എന്നാണല്ലോ പറയുന്നത്. അപ്പം ബാബ പറയുകയാണ് സ്വയം തന്നിലും ഉണ്ട് നിശ്ചയം, പൂർണ്ണ നിശ്ചയം, ബാബയിലും ഉണ്ട് പൂർണ്ണ നിശ്ചയം, എങ്കിൽ പിന്നെ വിജയ് എവിടെ പോകാനാണ്? തീർച്ചയായിട്ടും വിജയിയാകും. ബാപ്പ് ഓർ സ്വയമേ നിശ്ചയബുദ്ധി, നിശ്ചയബുദ്ധി കെ പീछे പീछे വിജയ് ആത്തി, നിശ്ചയബുദ്ധിയുടെ പിന്നാലെ വിജയം വരും. വഹ് വിജയ് കെ പീछे നഹി ദൗഡത്തെ വിജയ് ഉൻകെ പീछे ദൗഡത്തെ, അവർ വിജയത്തിൻ്റെ പിന്നാലെ ഓടുകയില്ല, വിജയം അവരുടെ പിന്നാലെ വരും. അതായത് നിശ്ചയബുദ്ധിയുള്ളവരുടെ കാര്യം ബാബ പറയാണ്. ആർക്കാണോ നിശ്ചയബുദ്ധിയുള്ളത് അവരൊരിക്കലും വിജയത്തിൻ്റെ പിന്നാലെ പോവുകയില്ല, വിജയം അവരുടെ പിന്നാലെ ഓടി വരും. हम विजयी बन इन संकल्प, हम विजयी बने इस संकल्प का भी वह त्याग कर लेते हैं. അതായത് എനിക്ക് വിജയിയാകണം ഇങ്ങനെയൊരു സങ്കല്പം കൂടി അവർക്കുണ്ടാകുകയില്ല നിശ്ചയബുദ്ധിയുള്ളവർക്ക്. ഐസെ സർവസ്വത്യാഗി ഹോ, അങ്ങനെ സർവസ്വത്യാഗിയായോ. സർവസ്വത്യാഗി और സർവസങ്കല്പവും കെ ത്യാഗി, സർവസ്വത്യാഗി പിന്നെ സർവസങ്കല്പങ്ങളുടെയും ത്യാഗി. യഹി സമ്പൂർണ്ണ സ്ഥിതി, ഇത് തന്നെയാണ് സമ്പൂർണ്ണ സ്ഥിതി. അതായത് സർവസ്വത്യാഗി അതേപോലെ സർവസംബന്ധങ്ങളുടെയും ത്യാഗി, അത് തന്നെയാണ് ബാബ പറയുന്നത്. അതായത് സർവസ്വത്യാഗി और സർവസങ്കല്പവും കെ ത്യാഗി, സർവസ്വത്യാഗി അതുപോലെ സർവസങ്കല്പങ്ങളുടെയും ത്യാഗി. സിർഫ് സർവസംബന്ധവും കാ ത്യാഗിനെ, വെറും സർവസംബന്ധങ്ങളുടെ ത്യാഗം മാത്രമല്ല എന്ന് ബാബ പറയാണ്. സർവസങ്കല്പവും സേ ഭി ത്യാഗി, സർവസങ്കല്പങ്ങളിൽ നിന്ന് പോലും ത്യാഗി. അതാണ് ബാബ പറയുന്നത്. സർവസംബന്ധങ്ങളുടെ ത്യാഗം മാത്രമല്ല, സർവസങ്കല്പങ്ങളിൽ നിന്ന് പോലും ത്യാഗിയാകണം. യഹി സമ്പൂർണ്ണ സ്ഥിതി, ഇതാണ് സമ്പൂർണ്ണ സ്ഥിതി. ബാപ്ദാദ ക്യാ ദേഖ്തേ ഹെ, ബാപ്ദാദ എന്താണ് കാണുന്നത്? വിജയ് കാ സിത്താര, വിജയത്തിൻ്റെ നക്ഷത്രമാണ് ബാപ്ദാദ കാണുന്നത്. തോ ബാപ്ദാദ കി ലിസ്റ്റ് മേ വിജയി സിത്താരേ ഹോ, അപ്പോൾ ബാപ്ദാദയുടെ ലിസ്റ്റിൽ വിജയി നക്ഷത്രങ്ങളാണ്. ജൈസെ ഔർ കാര്യമേ ഏക് ദോ കെ സഹയോഗി ഹോ वैसे ही भविष्य में भी एक दो के सहयोगी देखने में आ रहे हो. അപ്പം ബാബു പറയാണ് ഏതുപോലെ മറ്റ് കാര്യങ്ങളിൽ ഒരാളുടെ സഹയോഗിയാണല്ലോ, അതേപോലെ ഭാവിയിലും ഒരാളുടെ സഹയോഗി കാണാൻ കഴിയുന്നുണ്ട്. സഹയോഗി ദേക്കിനേമേ ആ രഹേഹേന, ഇപ്പോൾ സേവനത്തിൻ്റെ കാര്യത്തിലെല്ലാം പരസ്പരം സഹകരണമുണ്ട്, സഹയോഗികളാണ്. അപ്പം അതേപോലെ തന്നെ ഭാവിയിലും പരസ്പരം സഹയോഗിയാകുന്നത് കാണുന്നില്ലേ എന്ന് ചോദിക്കുക ബാബ. ബെന്നാ നഹി ഹേ ദേക്കിനേമേ ആ രഹേ ഹോ, ആകാമെന്നല്ല എന്ന് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ സഹയോഗിയാകുന്നത് എന്ന് ബാബ ചോദിക്കാനാണ്. ഇത്തനാ ഹി സമീപാനാ ഹെ ജിത്തന അബ് ആവാസ് കർ രഹേ ഹെ അവർ പहुंच രഹാ ഹെ. അപ്പോൾ ഇത്രയും സമീപം വരണം. ഇപ്പോൾ ഏതുപോലെ ഇപ്പോൾ ശബ്ദം എടുക്കുമ്പോൾ ഇത് വിളിക്കുമ്പോൾ എത്തുന്നുണ്ടല്ലോ, അപ്പോൾ അത്രയും സമീപം വരണം എന്ന് ബാബ പറയുകയാണ്.
अब आप लोगों के सर्व बातों में थोड़े समय में पूरा ഫോളോ करना है. ഇപ്പം ബാബു പറയാണ്, നിങ്ങൾ എല്ലാവരും ആപ്പ് ലോകവും നിങ്ങൾ സർവ്വ കാര്യങ്ങളിലും കുറച്ച് സമയം കൊണ്ട് പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യണം. കർ രഹേ ഹോ ഓർ കർത്തേ ഹി രഹേങ്കി. ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് ബാബ പറയുകയാണ്. आप लोगों का जो पहले पहले संगठन बनाया था वही क्या कर रहे हैं. അതായത് നിങ്ങളുടെ ഒരു സംഘടനം, അതായത് സംഘടന ആദ്യം ഉണ്ടാക്കിയിരുന്നല്ലോ, അവരിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കിസ്ലിയെ സംഘടൻ ബനായ ഥ. എന്തിനു വേണ്ടിയാണ് ബാബ ആ സംഘടനയെ രൂപീകരിച്ചത്? यज्ञ की संभाल के साथ संगठन में रहने वाले स्वयं की भी संभाल कर रहे हैं. അതായത് യജ്ഞത്തെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സംഘടനയിലിരിക്കുന്നവർ സ്വയം തന്നെയും സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ബാബ ചോദിക്കുകയാണ്. യജ്ഞത്തെ സംരക്ഷിക്കുന്നുണ്ട്, ശരി, സ്വയം തന്നെയും സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണോ? जो स्वयं की संभाल करते हैं वही यज्ञ की भी संभाल करते हैं. ആരാണോ സ്വയം തന്നെ സംരക്ഷിക്കുന്നത് അവർ തീർച്ചയായിട്ടും യജ്ഞത്തെയും സംരക്ഷിക്കും. वे स्वयं की संभाल नहीं कर सकते हैं वह यज्ञ की भी संभाल नहीं कर सकते हैं. ആർക്കാണോ സ്വയം തന്നെ സംരക്ഷിക്കാൻ കഴിയാത്തത് അവർക്കൊരിക്കലും യജ്ഞത്തെയും സംരക്ഷിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സ്വയം തന്നെ സംരക്ഷിക്കുന്നവർക്ക് മാത്രമേ യജ്ഞത്തെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് ബാബ പറയുകയാണ്. इस संगठन को क्या क्या करना है यह उन्हों को भी स्पष्ट नहीं है, इसलिए फिर जब सहज हो सके तब साथियों को बुलाना. ബാബ പറയാണ്, ഈ സംഘടനയ്ക്ക് ഇപ്പോൾ എന്തെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ സ്പഷ്ടമല്ലാന്ന്. അതുകൊണ്ട് എപ്പോഴെളുപ്പമായി തോന്നുമോ അപ്പോൾ തൻ്റെ കൂട്ടുകാരെയും തൻ്റെ കൂടെയുള്ള സഹയോഗികളെയും കൂടെ വിളിക്കണം എന്ന് ബാബ പറയുകയാണ്. എന്തെന്തൊക്കെ ചെയ്യണം എന്നൊന്ന് എളുപ്പമായി മനസ്സിലാക്കാൻ. ജബ് ആപ്പ് ബുലായെങ്കി തബ് ബാപ്ദാദ ആയെങ്കി. അപ്പോൾ ബാബ നിങ്ങൾ വിളിക്കുമ്പം ഞാനും വരാം. ബാപ്ദാദാക്കോ ആനേമേൻ ദേരി നെഹി ലഗ്തി. ബാബ എനിക്ക് പരന്താമിൽ നിന്ന് ഇവിടെ വരാനേ ഒട്ടും സമയമൊന്നും എടുക്കൂലല്ലോ. അപ്പനി ഗ്രൂപ്പ് കി ഫിർ കബ് ദേഖ് രേഖ് കി. തൻ്റെ ഗ്രൂപ്പിനെ പിന്നെ എപ്പോഴെങ്കിലും കണ്ടോ? ഇപ്പോൾ ബാബ ചോദിക്കുകയാണ്, യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മബാബയുള്ള സമയത്ത് ഒരു സംഘടന, അതായത് ഒരു സംഘടിത രൂപത്തിലൊരു കമ്മിറ്റി പോലെയൊക്കെ ബാബ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രൂപം കൊടുത്ത ആ ഒരു സംഘടന, അതായത് ബാബ ചോദിക്കുക, അവരെ നിങ്ങൾ എപ്പോഴെങ്കിലും വിളിച്ച് കാണാറൊക്കെ ഉണ്ടോ, നോക്കാറൊക്കെ ഉണ്ടോ, എന്താണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ബാബ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പാണ്ഡവ് ഗ്രൂപ്പ് और ശക്തി ഗ്രൂപ്പ് യഹ് ഹേ സർവീസ് ഗ്രൂപ്പ്. പാണ്ഡവരുടെ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ശക്തികളുടെ ഗ്രൂപ്പ്, ഇതാണ് സർവീസ് ഗ്രൂപ്പ്. അതാണ് ബാബ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനെക്കുറിച്ചാണ് ബാബ അന്വേഷിക്കുന്നത്. പാണ്ഡവ ഗ്രൂപ്പ്, ശക്തികളുടെ ഗ്രൂപ്പ്, അവരെ നിങ്ങൾ വിളിക്കാറുണ്ടോ, കാണാറുണ്ടോ, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാ ചോദിക്കുന്നത്. लेकिन जो पांडवों का ग्रुप और यज्ञ माताओं का ग्रुप था उसका क्या हाल चाल है. അപ്പോൾ പാണ്ഡവരുടെ ഗ്രൂപ്പും അതുപോലെ യജ്ഞ അമ്മമാരുടെ, യജ്ഞമാതാക്കൾ, അവരുടെ ഗ്രൂപ്പും ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, എന്ത് വിശേഷമാണ് അവരുടേത് എന്ന് ബാബ ചോദിക്കുകയാണ്. പാണ്ഡവരുടെയും യജ്ഞമാതാക്കളുടെയും. ബ്രഹ്മബാബു ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവരെക്കുറിച്ച് ബാബ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. मुख्य केंद्र के समीप आने से देख रेख कर सकेंगे. മുഖ്യ കേന്ദ്രത്തിൻ്റെ സമീപം വരുന്നത് കൊണ്ട് അങ്ങനെ നമുക്ക് കാണാൻ കഴിയും, അവരെ അന്വേഷിക്കാൻ സാധിക്കും, അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ഗ്രൂപ്പ് കോ അപ്പന കർത്തവ്യ ഹി ഹെ. ഈ ഗ്രൂപ്പിന് തൻ്റെ കർത്തവ്യമുണ്ട്. സിർഫ് 8 दिन का नहीं, വെറും 8 ദിവസത്തെ മാത്രമല്ല. സമ്മേളൻ കി റിസൾട്ട്, സമ്മേളനത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയണം. जो भट्टी की റിസൾട്ട് ബതായി വഹി സമ്മേളൻ കി റിസൾട്ട്. എന്താണോ ഭട്ടിയുടെ റിസൾട്ട് പറഞ്ഞത് അത് തന്നെയാണ് സമ്മേളനത്തിൻ്റെ റിസൾട്ട്. ചാരോഹി ബൽ സമാൻ ഹോ ഉസ്മേ 25% കമി സുനായി. ഭട്ടിയുടെ റിസൾട്ടാണല്ലോ ബാബ പറയുന്നത്. അതായത് 4 ബലങ്ങളെക്കുറിച്ച് നേരത്തെ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബലങ്ങളിൽ അതായത് 25% കുറവുണ്ട്.
समझ മനസ്സിലായോ? പാസ്വി തോണർ ഹോത്തേ തോ ന മാലും ക്യാ ഹോത്ത. അപ്പോൾ ബഹുമതിയോടുകൂടി പാസ്സാകുകയാണെങ്കിൽ ബാബു പറയാൻ അറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. സബ് പാസ് ആ ജാത്തെ, എല്ലാവരും സമീപം വരുമെന്ന്. അഭി സിർഫ് ആവാസ് കിയാ ഹൈ, ഇപ്പം വെറും ശബ്ദം മാത്രമേ മുഴക്കിയിട്ടുള്ളൂ. ലലക്കാർ നെഹി കി, ചാലഞ്ച് ചെയ്തിട്ടില്ല, വെല്ലുവിളിച്ചിട്ടില്ല. इसकी भी युक्ति बताई कि चारों बल की समानता होनी चाहिए. അപ്പോൾ ബാബു പറയാണ് ഇപ്പോൾ വെറും ശബ്ദം മാത്രമേ മുഴക്കിയിട്ടുള്ളൂ, വെല്ലുവിളിച്ചിട്ടില്ല. അപ്പോൾ അതിനുള്ള യുക്തിയും ബാബ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. 4 ബലങ്ങളുടെയും സമാനത വേണം. അതായത് നേരത്തെ മുതൽ ബാബ 4 ബലങ്ങളെക്കുറിച്ച് 4 ശക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 1 ഓർമ്മയുടെ ബലം, 2 സ്നേഹത്തിൻ്റെ ബലം, 3-ാമത്തേത് സഹയോഗത്തിൻ്റെ ബലം, 4-ാമത്തേത് സഹനത്തിൻ്റെ ബലം. അപ്പോൾ ഈ 4 ബലങ്ങളിൽ എപ്പോഴാണോ സമാനത വരുന്നത് അപ്പോഴേ ചാലഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറയുകയാണ് ലോകത്തോട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഈ കാര്യങ്ങളിൽ സമാനതയിൽ വരുന്നുണ്ടോ അത്രയും പെട്ടെന്ന് ബാബയുടെ പ്രത്യക്ഷത വരും നമ്മളിലൂടെ. അത് ബാബ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓം ശാന്തി.